നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഏതാണ് ഒരു പണിയില്ലാതെ ചായം കുടിച്ചിരിക്കണ ചങ്ങായി. ഞാനാണ് മിൻഹാജ്. പക്ഷെ സത്യത്തിൽ ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. എൻ്റെ സ്റ്റോറി കുറച്ച് ഡിഫറെൻ്റ് ആണ്. വർഷം 2020. എല്ലാവരും പോലെ എന്തിനോ വേണ്ടി ഒരു ഡിഗ്രി എടുത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ട് ഞാൻ പുറത്തിറങ്ങി. കരിയറിനെ കുറിച്ച് ഒരു പ്ലാനും ഇല്ല, പക്ഷേ ജീവിക്കാൻ പൈസ വേണമല്ലോ. അങ്ങനെ പോക്കറ്റ് മണിക്ക് വേണ്ടി ചെയ്തുകൊണ്ട് നിന്നെ കാർപ്പറ്റിൻ്റെ പണി ഫുൾ ടൈം ജോബായി. ഫിനാൻഷ്യലി ആകസ്യ, നാളെ അടുത്ത് പറയാനും പറ്റില്ല. ഞാനെന്തെങ്കിലുമൊക്കെ ആവുമെന്ന് വിചാരിച്ച വീട്ടുകാരെ ഹാപ്പിയല്ല. 3 വർഷത്തോടെ ലൈഫ് ആ ലൂപ്പിൽ പെട്ട്. ഇഞ്ഞാണ് കഥയിലെ ട്വിസ്റ്റ്. ഇതേ കാർപ്പറ്റിൻ്റെ പണി കാരണം ഞാൻ കാക്കഞ്ചേരി കിൻഫ്രയിലെത്തി. ഒരൊറ്റ ടാഗ് ലൈനിലൂടെ ബ്രിഡ് ജോണിലും. പിന്നെ അങ്ങോട്ടുള്ള 7 മാസമാണ് ഞാൻ എൻ്റെ ഫ്യൂച്ചറിന് വേണ്ടി സ്പെൻഡ് ചെയ്ത മോസ്റ്റ് വാല്യുബിൾ ടൈം. അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് ഞാനൊരു ഡ്രീം കൊണ്ടു തുടങ്ങി. അതിനു വേണ്ടി വർക്ക് ചെയ്ത് തുടങ്ങി. ഇന്നിപ്പോൾ ഞാൻ പീസ്ബർഗ് പറഞ്ഞൊരു കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ കഥ ഇപ്പോൾ ഞങ്ങളോട് പറയാൻ കാരണം എന്താ വെച്ചാൽ, പഠിത്തമൊക്കെ കഴിഞ്ഞ് പല ജോലിക്കും പോയി കരിയറും ഫ്യൂച്ചറൊക്കെ മറന്നു നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഓർക്ക് വേണ്ടിയിട്ടാണ്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഇഫ് യു ആർ ഇൻ ദ റൈറ്റ് പ്ലേസ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഏതാണ് ഒരു പണിയില്ലാതെ ചായം കുടിച്ചിരിക്കണ ചങ്ങായി. ഞാനാണ് മിൻഹാജ്. പക്ഷെ സത്യത്തിൽ ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. എൻ്റെ സ്റ്റോറി കുറച്ച് ഡിഫറെൻ്റ് ആണ്. വർഷം 2020. എല്ലാവരും പോലെ എന്തിനോ വേണ്ടി ഒരു ഡിഗ്രി എടുത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ട് ഞാൻ പുറത്തിറങ്ങി. കരിയറിനെ കുറിച്ച് ഒരു പ്ലാനും ഇല്ല, പക്ഷേ ജീവിക്കാൻ പൈസ വേണമല്ലോ. അങ്ങനെ പോക്കറ്റ് മണിക്ക് വേണ്ടി ചെയ്തുകൊണ്ട് നിന്നെ കാർപ്പറ്റിൻ്റെ പണി ഫുൾ ടൈം ജോബായി. ഫിനാൻഷ്യലി ആകസ്യ, നാളെ അടുത്ത് പറയാനും പറ്റില്ല. ഞാനെന്തെങ്കിലുമൊക്കെ ആവുമെന്ന് വിചാരിച്ച വീട്ടുകാരെ ഹാപ്പിയല്ല. 3 വർഷത്തോടെ ലൈഫ് ആ ലൂപ്പിൽ പെട്ട്. ഇഞ്ഞാണ് കഥയിലെ ട്വിസ്റ്റ്. ഇതേ കാർപ്പറ്റിൻ്റെ പണി കാരണം ഞാൻ കാക്കഞ്ചേരി കിൻഫ്രയിലെത്തി. ഒരൊറ്റ ടാഗ് ലൈനിലൂടെ ബ്രിഡ് ജോണിലും. പിന്നെ അങ്ങോട്ടുള്ള 7 മാസമാണ് ഞാൻ എൻ്റെ ഫ്യൂച്ചറിന് വേണ്ടി സ്പെൻഡ് ചെയ്ത മോസ്റ്റ് വാല്യുബിൾ ടൈം. അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് ഞാനൊരു ഡ്രീം കൊണ്ടു തുടങ്ങി. അതിനു വേണ്ടി വർക്ക് ചെയ്ത് തുടങ്ങി. ഇന്നിപ്പോൾ ഞാൻ പീസ്ബർഗ് പറഞ്ഞൊരു കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ കഥ ഇപ്പോൾ ഞങ്ങളോട് പറയാൻ കാരണം എന്താ വെച്ചാൽ, പഠിത്തമൊക്കെ കഴിഞ്ഞ് പല ജോലിക്കും പോയി കരിയറും ഫ്യൂച്ചറൊക്കെ മറന്നു നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഓർക്ക് വേണ്ടിയിട്ടാണ്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഇഫ് യു ആർ ഇൻ ദ റൈറ്റ് പ്ലേസ്.